ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്ന കൺമണി സാഗറിനോട് സുജാതയോടും സത്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. കൺമണി നല്ല ദേഷ്യത്തിലാണ് അമ്മയോട് സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ അമ്മ പ്രസവിച്ച മകൻ തന്നെയാണോ കൃഷ് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് സാഗർ, സുജാതി, ആൻറ്റിയമ്മയും എല്ലാം. എന്നാൽ തൊട്ടപ്പുറത്തെ കൃപയ്ക്ക് കൺമണി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ ഇവരോട് എന്തായാലും ഈ സത്യം എന്നോട് പറഞ്ഞത് ക്രിട്സാറി അല്പം മുമ്പാണ്, പക്ഷേ ഈ സത്യങ്ങളെല്ലാം ക്രിട്സാറ് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അറിഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ക്രിട്സാർ നിങ്ങൾക്കൊപ്പം കളിച്ച് ചിരിച്ച് ആ ആനിവേഴ്സറി എല്ലാം ആഘോഷിച്ചത് എന്ന് പറയുകയാണ്. ക്രിട്സാർ ഈ സത്യം അറിഞ്ഞത് സ്വന്തം അമ്മയുടെ നാവിൽ നിന്നാണെന്നും കൂടി കൺമണി ഇവരെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് സാഗറും സുജാതയും. തുറന്ന സുജാത കുറ്റബോധം കൊണ്ട് നീറി അവിടുന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി സുജാതയുടെ പുറകെ ചെന്ന് സുജാതയോട് ഞാൻ ക്രിട്സാറിനെ കുറെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും ആ മനുഷ്യന്റെ തലയിൽ കയറിയിട്ടില്ല എന്ന് അവരെ അറിയിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ഇത് സത്യമാണെങ്കിൽ പോലും എന്തിനാണ് അമ്മ ഈ സത്യം ക്രിട്സാറിനെ അറിയിച്ചത്? അമ്മയ്ക്ക് ഇത് രഹസ്യമാക്കി കൂടായിരുന്നോ എന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ സുജാതയോട് ചോദിക്കുകയാണ്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി സുജാത പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന കൃപ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ അമ്മയോട് അമ്മേ ഞാൻ ഇതെന്തൊക്കെയാണ് കേൾക്കുന്നത്, എൻ്റെ ചേട്ടനെ കുറിച്ച് ഞാൻ ഇതെന്തൊക്കെയാണ് കേൾക്കുന്നത്, സത്യം പറയാം അമ്മേ എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ കൃപ അമ്മയോട് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും സുജാതയോട് ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷെ ക്രിട്സാറിനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. ആ കമ്പനിയിലെ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് കള്ളു കുടിച്ച് വന്നത് പോലും നിങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയാണെന്ന് പറയുകയാണ്. ക്രിട്സാർ അത് മനഃപൂർവ്വം ചെയ്തതാണ്, അങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാൻ വേണ്ടിയാണ് ക്രിട്സാർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തത്. എന്നാൽ അത് കേട്ട് തകർന്ന് നിൽക്കുകയാണ് സാഗർ. തുടർന്ന് സാഗർ പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ്. കൺമണി നീ വിഷമിക്കേണ്ട, എന്ത് പറഞ്ഞിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ഞാൻ കൃഷിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുകയാണ്. കൃഷി എവിടെയാണുള്ളത്, എനിക്ക് അവനെ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ സാഗറിനോട് വേണ്ട അച്ഛ, ക്രിട്സാറിനോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ എനിക്ക് എൻ്റെ മോനെ ഇപ്പോൾ തന്നെ കാണണം, ഞാൻ എൻ്റെ മോനെ ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ സാഗറിനോടാണ് പറയുന്നത് അമ്മ ആവശ്യമില്ലാത്ത പറഞ്ഞു കൂട്ടിയതിനിടയ്ക്ക് ഇങ്ങനൊരു സത്യം പറയാൻ പാടില്ലായിരുന്നു, അതാണ് ക്രിട്സാറിന് ഇത്രമാത്രം വേദനിപ്പിച്ചതെന്ന് പറയുകയാണ്. അച്ഛനും അമ്മയുമാണ് ക്രിട്സാറിൻ്റെ ലോകം എന്ന് പറഞ്ഞു നടന്നൊരു പാവം മനുഷ്യനാണ്, ആ മനുഷ്യനെ ഇങ്ങനെ വീഴ്ത്തി കളയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി തൻ്റെ സങ്കടമെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. കൺമണി അവിടുന്ന് പോയ ശേഷം സാഗർ സുജാതിയെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ്. തുറന്ന് ആൻറ്റിയമ്മയെ വിളിച്ച ചേച്ചിയമ്മയെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ പുറകെ ചെല്ലുകയാണ്. കൃഷ്ണ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സാഗർ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപയും ആൻറ്റിയമ്മയും അതുപോലെ സുജാതി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുറന്ന് കൃപ പിന്നെ അമ്മയോട് അമ്മേ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്, സത്യം പറ അമ്മേ, ചേട്ടനെ പറ്റി ഉള്ള ഈ സത്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഈ സമയത്ത് ആൻറ്റിയമ്മ പിന്നെ സുജാതെ കൃഷി സത്യം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. കൃഷി ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി കൃഷി മടങ്ങി വരണം, അവൻ ഒരു നിമിഷം പോലും വേദനിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് ആൻറ്റിയമ്മ സുജാതയോട്. എന്നാൽ അത് കേട്ട് സുജാത ആൻറ്റിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നാൽ അപ്പോഴാണ് കൃപയ്ക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഒന്നും പറയാതെ തന്നെ കൃപ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. തകർന്ന മനസ്സോടുകൂടെ കൃപ ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷ് ഒരു ഒഴിഞ്ഞ പറമ്പിൽ മരത്തിൻ്റെ ചുവട്ടിൽ മരവിച്ച മനസ്സുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരികയാണ്. സാഗറാണ് വരുന്നതെന്ന് കൃഷ് മനസ്സിലാവുകയാണ്. സാഗറിനെ അവിടെ കണ്ട് കൃഷ് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് കാർ നിർത്തി കാറിൽ നിന്ന് കൺമണിക്കൊപ്പം സാഗർ ഇറങ്ങി വരികയാണ്. കൃഷ്ണ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പോലും അറിയാതെ തകർന്ന മനസ്സോടുകൂടിയാണ് സാഗർ വരുന്നത്. എന്നാൽ സാഗറിനെ അവിടെ കണ്ട് കൃഷിനും എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ ഇങ്ങനെ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സാഗർ സങ്കടത്തോടുകൂടി കൃഷിൻ്റെ അടുത്തേക്ക് ചെന്ന് കൃഷിനെ വാരി പുണരുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് അച്ഛനെ തിരിച്ച് കെട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കൃഷിൻ അച്ഛനെ കെട്ടിപ്പിടിക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ കാഴ്ച കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് കൺമണി. തുറന്ന സാഗർ കൃഷ്ണന്റെ കൈ പിടിച്ച്
പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ അച്ഛനോട് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത്രയും വലിയ ഭാരം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അച്ഛൻ എന്നോട് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് എന്നെ കുറേ സ്നേഹിച്ചിൽ അച്ഛന് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു, നന്ദിയുണ്ട് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ് അച്ഛൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സാഗർ കരഞ്ഞുകൊണ്ടാണ് പിന്നെ കൃഷ്ണനോട് പറയുന്നത്, അച്ഛൻ ഇത്രയും വലിയ സത്യം നിന്നെ അറിയിക്കാൻ സാധിക്കില്ല, എൻ്റെ മരണം വരെ ഞാനത് നിന്നെ അറിയിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അത് പറയാഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ അച്ഛനോട് നന്ദി പറയുകയാണ്. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഞാൻ ഭാഗ്യമുള്ളവനാണ്, അനാഥനായ ഞാൻ നിങ്ങൾക്കൊപ്പം അനുഭവിച്ചത് സ്വപ്ന തുല്യമാണെന്ന് പറയുകയാണ്. ഒരു അനാഥനെ പോലെയല്ല ഞാൻ വളർന്നത്, അമ്മ എന്നെ മാറ്റി നിർത്തുമ്പോഴും അച്ഛൻ എന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കാറാണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തവനാണ്, നിങ്ങൾ രണ്ടുപേരും എന്നെ സ്നേഹിച്ചിട്ടേയുള്ളൂ, എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് അനുഭവിക്കാൻ പറ്റി, ഞാൻ മനസ്സിലാഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു, ഇതിൽ കൂടുതൽ ഞാനിങ്ങനെ എന്താണ് ആഗ്രഹിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളിങ്ങനെ എനിക്ക് ഒന്നും തന്നെ ചെയ്തു തരാനില്ല എന്ന് പറയുകയാണ്. ഇതിനോടുള്ള നന്ദി ഞാൻ എങ്ങനെ നിങ്ങളോട് തീർക്കുമെന്ന് സാഗറിനോട് ചോദിക്കുകയാണ് കൃഷ്. എൻ്റെ അമ്മയുടെ നാവിൽ നിന്ന് ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് അച്ഛനോട് യാത്ര പറഞ്ഞ് എങ്ങനെ പോകുമെന്നാണ്. എനിക്കതിന് സാധിക്കില്ല, അച്ഛനോട് യാത്ര പറഞ്ഞ് പോകാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ബുദ്ധിയാണ് ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടാക്കിയ കുഴപ്പം, മദ്യപിച്ചെത്തി ഞാൻ ഉണ്ടാക്കിയ കുഴപ്പം. അച്ഛൻ എന്നെ അവിടെ നിന്ന് തല്ലിയിറക്കി, അച്ഛനൊരു കുറ്റബോധം തോന്നിപ്പിക്കാതെ, അച്ഛനെ കരയിപ്പിക്കാതെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സാധിച്ചു. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ബുദ്ധി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ കൃഷിനെ വാരി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് കൺമണി. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.